ഹായ്, എൻ്റെ പേര് അഞ്ജന. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിർത്തി എൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുള്ളത്. കാരണം ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി. ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഫോൺ കോളുകൾ, അവരോടൊക്കെ പറയുന്ന മറുപടി, മെസ്സേജുകൾ, ചില കമന്റുകൾ, അതൊക്കെ എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടല്ല, ആ കുടുംബത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇവനെ പോലെയുള്ളവരെ അർഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേരിന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. അയാളെപ്പോലുള്ളവർ സമൂഹത്തിൽ സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന്. അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും. കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല, ആരോടും ചെയ്യാൻ പാടില്ല. എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു, ചേട്ടനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം. കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ സ്ഥിരമായി വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ 1 വർഷത്തോളം ജോലി ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. ചേട്ടനെ പോലെയായിരുന്നു, എന്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനൊരു സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ വഴിമാറി പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയത്. മനസ്സിലാക്കിയപ്പോൾ തൊട്ടൊരു ഗ്യാപ്പിട്ട് തുടങ്ങിയായിരുന്നു. പക്ഷെ പിന്നീട് അത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് അതിങ്ങനെ ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിയത്. ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു, അടുത്ത 1-2 സുഹൃത്തുക്കളോട് ഒഴിച്ച്. ആ സമയത്ത് മുഴുവൻ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാ അന്നൊക്കെ ജോലി ചെയ്തത് എന്നുള്ളത്. പിന്നെ കൈക്കൊരു പരിക്ക് പറ്റി, പിന്നെ ശ്രദ്ധ കയ്യിലേക്കായി. പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത്. കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സ്ട്രേഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു. ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാനായി ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ അവിടെ വെച്ച് നിർത്തി. ഈ സംഭവം വിവരിക്കാനോ ഒന്നിനും നിന്നില്ല. പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞാൻ രാജിവെച്ചത്. അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയാം, അത് പറയണം, അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. റിപ്പോർട്ടർ ടിവിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷന് ന്യൂസ് ഡെസ്കിൽ ചെന്ന സമയത്ത് മോശമായി പെരുമാറിയത്. ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത്, ഇതിനു മുൻപും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് തുടരാൻ പാടില്ല. ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെയായി മാറുമായിരിക്കും. അതുകൊണ്ട് ഈ പേര് പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഞങ്ങൾ രണ്ടുപേരും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അവരോടൊക്കെ ഇയാളുടെ പേരറിയുമ്പോൾ പല കഥകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് ഭീകരമാണ്. അയാളുടെ കുടുംബം ഇത് അറിയണ്ട എന്ന് ഓർത്ത് ഞാൻ ആ പേര് മറച്ചു വെക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് വരണം. അപ്പൊ അതിന് ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്തും വീഡിയോ ചെയ്തത്. ഇപ്പോഴും ഇങ്ങനൊരു അവസ്ഥയിലെങ്കിലും ഇരിക്കുന്നത് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ്. അവർ സ്ഥിരമായി വിളിച്ച് തിരക്കുന്നത് കൊണ്ടാണ്. എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ചോ, അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയൊക്കെ ജീവിതത്തിൽ തന്നതിന് നന്ദി. ഇങ്ങനെയുള്ളവരെ വൈകിയാണെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു, സന്തോഷമുണ്ട്. എന്തായാലും ആ സ്ഥാപനം നടപടി എടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അടുത്ത മാസം വല്ല പ്രൊമോഷനൊക്കെ കൊടുക്കുമായിരിക്കും. പോലീസ് കേസുമായി പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ പഠിക്കുവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കേസ്, കോടതി അതൊക്കെ വരുമ്പോൾ എന്താവും എനിക്കറിയില്ല. ഈ വിഷയവും ഈ പോസ്റ്റും ഒക്കെ തന്നെ കാര്യമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സമൂഹം അറിയട്ടെ, ഇയാളെ ക്രിസ്തീയ സമൂഹം അറിയണം.